നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് എം സ്വരാജിനെ ജയിപ്പിച്ചേ തീരൂ എന്നും പറഞ്ഞ് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഞാനിങ്ങനെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയായിരുന്നു. ആ പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാൻ തോന്നിയ ചില ചോദ്യങ്ങളുണ്ട്. നമുക്ക് പൗരപ്രമുഖരൊന്നും അല്ലാത്തത് കാരണം ഡയറക്റ്റ് പോയി ഇതൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ മീഡിയത്തിലൂടെ അതൊക്കെ ഒന്ന് ചോദിച്ചാലോ എന്ന് തോന്നി. അപ്പോ നമുക്ക് മുഖ്യമന്ത്രിയുടെ പ്രസംഗവും ആ പ്രസംഗത്തിൽ ഉയർന്നു വന്ന ചോദ്യങ്ങളും ഒന്ന് നോക്കിയാലോ. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി ഞാൻ ഇപ്പോഴും പറയുന്നത് പോലെ സംഭാവനകളുടെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ വളരെ വളരെ ആവശ്യമാണ്. നല്ല രീതിയിൽ റിപ്പോർട്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസിന് പഴയ പോലെ വ്യൂസോ മോണിറ്റൈസേഷനോ ഒന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് കടന്നു പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചാനലിന് പിന്തുണ ആവശ്യപ്പെടുന്നത്. സോ ദയവായി നിങ്ങൾ എല്ലാവരും അത് പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും കൂടി നിങ്ങൾക്കും ഞങ്ങൾക്കും ഉണ്ട്. അതും കൂടി ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുക. 1000 രൂപയ്ക്ക് ഉള്ളിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാക്കേജ് വരുന്നത്. അവിടെ മുതലാണ് തുടങ്ങുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം. സോ ബാക്ക് ടു ദ ടോപ്പിക്. പോയി 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 എം സ്വരാജിന്റെ കാര്യം പോയി. ഇത് മുൻപ് കണ്ടപ്പോഴും എനിക്ക് തോന്നിയൊരു സംഗതിയാണ്. ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുമ്പ് ഇതേപോലെ ചിലരുടെയൊക്കെ കൈ ഒന്ന് പിടിച്ച് പൊക്കിയായിരുന്നു. ഒന്ന് കണ്ടു നോക്കിയേ. ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പാവം എം സ്വരാജ് ഫീൽഡ് ഔട്ട് ആയ മനുഷ്യനെ കൊണ്ടുവന്ന് ആശ കൊടുത്ത് പിന്നെയും ഫീൽഡ് ഔട്ട് ചെയ്യാൻ പോകുന്നു. എന്തൊരു കഷ്ടമാണ്. കാശ്മീരിലെ അറിയപ്പെടുന്ന നേതാവുമായ തരിഗാമി മത്സരിച്ച മണ്ഡലത്തിൽ തരിഗാമിയെ പരാജയപ്പെടുത്തണമെന്ന നിർബന്ധം ബിജെപിക്ക് ഉണ്ടായിരുന്നു. ബിജെപിയെ സഹായിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. കശ്മീരിലെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ബിജെപി ജമാഅത്ത് ഇസ്ലാമിയുടെ കൂട്ടുകൂടി എന്നാണ് ഇദ്ദേഹം ഇവിടെ പ്രസംഗിക്കുന്നത്. കാര്യം എന്താണ്? UDF ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ എടുത്തിരിക്കുന്നു. വെൽഫെയർ പാർട്ടി എന്ന് പേരും മാറ്റി അവരുടെ പിന്തുണ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിലമ്പൂരിൽ മത്സരിക്കുന്നത്. അപ്പൊ അവരെ തുറന്നു കാണിക്കാൻ വേണ്ടി അവിടുത്തെ ജനങ്ങളെ സംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ബിജെപി മുൻപ് ഇതേപോലെ ജമാഅത്ത് ഇസ്ലാമിയോട് കൂട്ടുകൂടിയിരുന്നു. എവിടെ? കാശ്മീരിൽ. അപ്പൊ അത് വലിയ കുറ്റമാണോ? ഇത്രയും നാളും ഇപ്പൊ ഈ പറയുന്ന പോലെ UDF കൂട്ടുകൂടുന്നതിന് മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ആർക്കായിരുന്നു? CPM-നായിരുന്നു. എത്രയോ കാലങ്ങളായി CPM-നായിരുന്നു. ഇപ്പൊ PDP-യുടെ പിന്തുണയും നിങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അതിന് എന്താ മറുപടി പറയുന്നത്? നിങ്ങളുടെ തന്നെ സെക്രട്ടറി പറഞ്ഞത് അത് പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന നിലയിലാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊന്നും കുഴപ്പമില്ല, വേറെ ആൾക്കാർ ചെയ്യുമ്പോൾ അത് തെറ്റായി. ഇത് എന്ത് തരത്തിലുള്ള നിലപാടാണ്? ഇങ്ങനെ നിലപാടെടുക്കുന്നതിന്റെ പേരെന്താണ്? LDF എന്ന നിലക്ക് ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഒരു വിഘടന ശക്തിയുടെയോ വർഗീയ ശക്തിയുടെയോ പിന്തുണയോ ആശീർവാദമോ ആവശ്യമില്ല. ഞങ്ങള് മതനിരപേക്ഷതയുടെ പൂർണ്ണമായ പിന്തുണയാണ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ കേട്ട് കൈയടിക്കുന്ന ആളുകളുടെ തലയിൽ എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്റെ ദൈവമേ, കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയായ മദനിയുടെ പാർട്ടിയാണ് PDP. ആ PDP-യുടെ സഖ്യം നിലമ്പൂർ ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനു മുൻപും ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണ സ്വീകരിച്ച ഇവരാണ് പറയുന്നത് ഇവർക്ക് ജയിക്കാൻ വർഗീയതയുടെ ആവശ്യമൊന്നുമില്ല, ഇവര് മതനിരപേക്ഷതയുടെ ആൾക്കാരാണെന്ന്. ഇങ്ങനെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ഒരു കഴിവ് തന്നെ വേണം അല്ലെ? കണ്ടില്ലേ പൊതുജന ഫ്രണ്ടിൽ ഇരുന്ന് കൈയടിക്കുന്നത്? എന്റെ ദൈവമേ, നിങ്ങളെന്താ ചോറല്ലേ നിങ്ങൾ കഴിക്കുന്നേ? ഇവരാരെ കൂടെ കൂട്ടിയിട്ടാണ് ഈ വർത്താനം പറയുന്നതിന് ചിന്തിക്കാനുള്ള ബോധം നിങ്ങളുടെ തലയിലില്ലേ? വെറുതെ അല്ല കേരളം ഇങ്ങനായി പോയത്. നിലപാടുകളുടെ കാര്യം പറയുമ്പോ ഞങ്ങള് കൃത്യതയാർന്ന നിലപാടാണ് തുടർച്ചയായി സ്വീകരിച്ചു വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. നിലപാടുകളുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയണം. ഈ 9 വർഷം കൊണ്ട് ഒരു നിലപാട് പറഞ്ഞിട്ട് അതിൽ യൂട്ടേൺ എടുക്കാത്ത ഒരു കാര്യം ഒന്ന് കാണിച്ചു തരാമോ? എന്തെങ്കിലും പറയും, പുറത്തുനിന്ന് നല്ല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരും, വോട്ട് ബാങ്കിനെ ബാധിച്ചാലോ എന്ന ഭയം വരും, അപ്പൊ തന്നെ അത് പിൻവലിക്കും, അങ്ങനെ യൂട്ടേൺ അടിക്കും. യൂട്ടേൺ അടിക്കുന്നതിൽ റെക്കോർഡ് സൃഷ്ടിച്ച ഒരു കേരള മുഖ്യമന്ത്രിയാണ് പറയുന്നത് നിലപാടുകളുടെ കാര്യത്തിൽ ഞങ്ങളെല്ലാം വേറെ ആരുമില്ലെന്ന്. അത് ശരിയാ, നിലപാടുകളിൽ ഇത്രയധികം യൂട്ടേൺ അടിച്ച വേറൊരു രാഷ്ട്രീയ നേതാവും സത്യം പറഞ്ഞ ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടെന്ന് തോന്നില്ല. അങ്ങനെ നോക്കിയാൽ അതിൽ താങ്കളെ വെല്ലാൻ വേറെ ആരുമില്ല. രാജ്യത്ത് മതനിരപേക്ഷത സംരക്ഷിക്കുക, നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഭരണഘടന സംരക്ഷിക്കുക, ഇപ്പോ നിലനിൽക്കുന്ന പാർലമെന്ററി ജനാധിപത്യം തുടരുന്നതിന്
അതിന്റെ സംരക്ഷണം ആവശ്യമാണ്. ആ സംരക്ഷണം ഉണ്ടാവുക. മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നതാണ് നിങ്ങളുടെ നിലപാടെന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ഒരുപാട് കാര്യങ്ങളെ പറ്റി ഒന്നും ചർച്ച ചെയ്യുന്നില്ല. ശബരിമല വിഷയം മാത്രം എടുക്കാം. ആ വിഷയത്തിന്മേൽ ഒരു കോടതി വിധി ഉണ്ടായപ്പോൾ സ്ത്രീകൾക്ക് വേണമെങ്കിൽ കയറാം എന്ന രീതിയിൽ ഒരു കോടതി വിധി ഉണ്ടാവുകയും അതിനെ വേണമെങ്കിൽ നടപ്പിലാക്കാം എന്ന നിലയിൽ വന്നപ്പോ അതിനെ നടപ്പിലാക്കാൻ വേണ്ടി ഏറ്റവും അധികം കടുംപിടുത്തം പിടിച്ച് പോലീസ് സംരക്ഷണയോടുകൂടി ഈ പറയുന്ന ഹിന്ദു മതവിശ്വാസികൾക്കെതിരെ നിന്നുകൊണ്ട് ശത്രുതയോടെ പെരുമാറിയ ഒരു വ്യക്തിയാണ് താങ്കളും താങ്കളുടെ പാർട്ടിയും. എന്ത് മതനിരപേക്ഷതയാണ് ആ കാര്യത്തിൽ നിങ്ങൾ പാലിച്ചത്? നിങ്ങൾക്ക് കോടതി വിധി വന്നപ്പോൾ വേണമെങ്കിൽ അപ്പീൽ പോകാമായിരുന്നു. ഇനി അപ്പീൽ പോയില്ലെങ്കിൽ തന്നെ സ്ത്രീകളെ അതിനകത്ത് കയറ്റാൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കാമായിരുന്നു. നിങ്ങളുടെ അനുവാദം വേണോ? അല്ലെങ്കിൽ സർക്കാർ ഈ പറയുന്ന പോലെ നിർബന്ധിച്ച് ഈ പറയുന്ന കോടതി വിധി നടപ്പാക്കണോ? ഏത് കോടതി വിധിയാണ് അങ്ങനെ നടപ്പാക്കാൻ? ഏത് കോടതികളാണ് പറഞ്ഞിരിക്കുന്നത്? സർക്കാരിന് അവിടെ വരുന്ന ആളുകളുടെ സംരക്ഷണം സർക്കാരിന്റെ ബാധ്യതയാണ് കോടതി വിധി ഉള്ളതുകൊണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയധികം സംരക്ഷണം കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ സമരക്കാരെ മുഴുവൻ, അത് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അടിച്ചോടിക്കാനോ ഒന്നുമുള്ള യാതൊരു അവകാശവും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ അന്ന് എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ജനം വോട്ടിലൂടെ മറുപടി നൽകിയപ്പോഴല്ലേ അതിനും യൂട്ടേൺ അടിച്ചിട്ട് നിങ്ങൾ അപ്പീൽ പോയത്? പിന്നെ നിങ്ങൾ ആചാരം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ വിശ്വാസം സംരക്ഷിക്കുമോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നിങ്ങൾ രംഗത്ത് വന്നത്. ഇതുപോലെ എത്ര യൂട്ടേൺ അടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മതനിരപേക്ഷത എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഏത് മതം? അതാണ് ചോദ്യം. ഏത് മതം? എന്തായാലും ഹിന്ദു മതം നിങ്ങൾ ഈ പറയുന്ന ഈ മതനിരപേക്ഷതയ്ക്കുള്ളിൽ ഇല്ലെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാണ്. ഞങ്ങളത് വളരെ വ്യക്തമായി കണ്ടതാണ് നിങ്ങൾക്ക് എത്രത്തോളം ശത്രുതയാണ് അവരോടുള്ളതെന്ന്. പിന്നെ നിങ്ങളുടെ പഴയ ദേവസ്വം മന്ത്രി അദ്ദേഹം ശബരിമലയിൽ പോയിട്ട് നട തുറക്കുന്ന സമയത്ത് ഇത്രയും ആളുകൾ അയ്യപ്പനെ ഒന്ന് കാണാനായിട്ട് അത്രയും ബുദ്ധിമുട്ടി വന്ന് ഇത്രയും തൊഴാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അത്ര ആഗ്രഹിച്ചു വന്ന് നിൽക്കുമ്പോൾ ഇയാള് ദേവസ്വം മന്ത്രിയായിട്ട് ഫ്രണ്ടിൽ വന്നുകൊണ്ട് ഇങ്ങനെ നിന്നല്ലോ. എന്നിട്ട് എന്താ ഈ മറുപടി പറഞ്ഞത്? എനിക്ക് എന്റെ ജോലി മന്ത്രി ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നുള്ളൂ, അല്ലാതെ ഞാൻ നിരീശ്വരവാദിയാണ്, എനിക്ക് ഇദ്ദേഹത്തെ തൊഴേണ്ട കാര്യമൊന്നുമില്ല. ശരി, ഇദ്ദേഹം തൊഴുവോ തൊഴാണ്ടിരിക്കോ എന്തെങ്കിലും ചെയ്യും. അത്ര ആളുകളുടെ വിശ്വാസത്തിന്റെ മുൻപിൽ വന്ന് കൈ കെട്ടി നിന്നതിനെ എന്ത് മതനിരപേക്ഷതയായിട്ടാണ് നിങ്ങൾ വിവരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. ആളുകളുടെ വിശ്വാസത്തിന്റെ ഉള്ളിൽ കയറി ചൊറിഞ്ഞുകൊണ്ട് അവരെ വേദനിപ്പിച്ചുകൊണ്ടാണോ നിങ്ങൾ മതനിരപേക്ഷത നടപ്പാക്കുന്നത്? അതൊരു വിഭാഗത്തോട് മാത്രമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഒരു മുസ്ലിം പള്ളിയിലോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ പോയിട്ട് നിങ്ങൾ ഇത് ചെയ്യുമോ? അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഇല്ല. പക്ഷെ അവരോട് നിങ്ങൾ അത് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പ്രത്യേകിച്ച് ദൈവവിശ്വാസം ഒന്നുമില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തി വന്നിട്ട് ആ ദൈവത്തിന്റെ ഒരു പ്രസാദമാവട്ടെ എന്തെങ്കിലും നേർച്ചയാവട്ടെ തന്നാൽ ഞാനത് കഴിക്കും. എനിക്കൊരു പൊട്ട് വയ്ക്കാൻ തന്നാൽ ഞാൻ വെക്കും. എന്താന്ന് വെച്ചാൽ എനിക്ക് ആ വ്യക്തിയല്ലേ വലുത്. ആ വ്യക്തിക്ക് ഞാൻ എന്തെങ്കിലും ഒരു വിലപ്പെട്ടതായതുകൊണ്ടാണ് അവർ എനിക്കത് തരുന്നത്. അവർക്ക് തരാതിരിക്കാം. അവരുടെ വിശ്വാസത്തിന്റെ പങ്ക്, പ്രാർത്ഥനയുടെ പങ്ക് എനിക്ക് തരുന്നത് എന്നോടുള്ള സ്നേഹമാണ്. ഞാൻ ആ വ്യക്തിയല്ലേ നോക്കണ്ടേ? എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ മുറിപ്പെടുത്തുന്നത് കൊണ്ട് എന്ത് നിലപാടാണ് ഞാൻ പാലിക്കുന്നത്? ഞാൻ മതനിരപേക്ഷതയെ കൂട്ടുപിടിക്കുന്ന ഒരാളാണ്. മതസൗഹാർദ്ദമാണ് എനിക്ക് വലുതെങ്കിൽ വിശ്വാസങ്ങളെ മുറിപ്പെടുത്താതിരിക്കുക, ആളുകളെ മുന്നോട്ട് ജീവിക്കാൻ അനുവദിക്കുന്ന അല്ലെങ്കിൽ അതിന് ശക്തി വരുന്ന ഒരേ ഒരു കാര്യമാണ് അവരുടെ വിശ്വാസം. അത് എന്ത് വിശ്വാസമാവട്ടെ. നിങ്ങൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന വലിയൊരു മതത്തിലാണല്ലോ വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ ബാക്കിയുള്ളവരെ അനുവദിക്കുന്നില്ലേ? അതുപോലെ ബാക്കിയുള്ളവരെ അനുവദിക്കാൻ കഴിയാത്ത നിങ്ങൾ എന്ത് മതനിരപേക്ഷതയെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഇരട്ടത്താപ്പല്ലേ നിങ്ങൾ കാണിക്കുന്നത്? പിന്നെ ഭരണഘടനയെ സംരക്ഷിക്കുന്ന കാര്യം, ഭരണഘടനയെ സംരക്ഷിക്കാൻ ഒരു സ്റ്റേറ്റിന്റെ അറ്റത്ത് എടുക്കുന്ന നിങ്ങളെ പോലെ ഒരു പാർട്ടിക്ക് എന്തോരം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ മഹാരാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കാൻ കേരളത്തിന്റെ മൂലയിൽ കിടക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഉണ്ടെന്ന് പറയുന്നതൊക്കെ എത്രത്തോളം ചിരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. പാർലമെന്റിൽ എത്ര പേരുണ്ട് നിങ്ങളുടെ MP? ആകെ ഒരാൾ അല്ലെ? പുള്ളി ഒറ്റയ്ക്ക് വിചാരിച്ച ഭരണഘടന സംരക്ഷിക്കാൻ പറ്റും. ശരി, ഇത് കേട്ട് കൈയടിക്കാൻ നിങ്ങളുടെ കുറെ അടിമകളുണ്ടല്ലോ, അവരാണ് നിങ്ങളുടെ അനുഗ്രഹം. ഈ രണ്ടു കൂട്ടരും ലോക സാമ്രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ വക്താക്കളായിക്കൊണ്ടാണ് നിലകൊണ്ടിരുന്നത്. നിലമ്പൂർ ബൈ ഇലക്ഷനില് സാമ്രാജ്യത്വ ശക്തികളോടുള്ള സ്ഥിരം യുദ്ധം എടുത്തിട്ട് പ്രസംഗിക്കുകയാണ് പിണറായി വിജയൻ സഖാവ്. ആദ്യമായിട്ട് അമേരിക്കനെ കൂട്ടുപിടിച്ച ഇന്ത്യൻ ഗവൺമെന്റിന്റെ നയങ്ങളോടുള്ള എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. ഇത് നിലമ്പൂരുകാർക്ക് ഇതുമായിട്ട് എന്താണ് ബന്ധമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിലമ്പൂരുകാരെ ഡെയിലി വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കക്കാരാണല്ലോ അല്ലെ? സാമ്രാജ്യത്വ ശക്തികളാണ് രാവിലെ എണീറ്റ് പല്ലേക്കാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അവരെ പേടിപ്പിച്ച് ഓടിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ ജനങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ മൃഗങ്ങളെ കൊണ്ടോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കൊണ്ടോ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഇല്ലായ്മ കൊണ്ടോ ഒന്നും നിലമ്പൂർ ജനങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അമേരിക്കയാണ് പ്രശ്നം. ഏത്? വയ്യാണ്ട് വന്നപ്പോ മയോ ക്ലിനിക്കിൽ പോയിട്ട് ചികിത്സിച്ച് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്ന മുഖ്യമന്ത്രിയാണ് അമേരിക്കനെ കുറ്റം പറയുന്നത്. അമേരിക്കയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ മയോ ക്ലിനിക് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കിൽ നിന്ന് ചികിത്സ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ ഇന്ന് മുഖ്യമന്ത്രി ജീവനോടെ പോലും ഉണ്ടാവില്ല. സത്യമല്ലേ ഞാൻ പറയുന്നത്? ഒരല്പം ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ പറയുന്ന ആളുകളായിട്ട് അമേരിക്ക കൊള്ളത്തില്ല, അമേരിക്ക മച്ചതാണ്, അമേരിക്ക മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യാഴ്ക വരുമ്പോൾ അങ്ങോട്ട് തന്നെയാണല്ലോ ഓടിപ്പോകുന്നത്. അപ്പൊ അമേരിക്ക നല്ലതല്ലേ? കാര്യം കാണാൻ ഇതൊക്കെ. ബാക്കിയുള്ള ആളുകളാരും അമേരിക്കക്കൊപ്പം നിൽക്കാൻ പാടില്ല. ബാക്കിയുള്ളവരെല്ലാം അമേരിക്കനെ ശത്രുവായിട്ട് കണ്ടോണം. എന്തൊരു നിലപാടാണ്? നിങ്ങൾക്ക് എന്തു ആകാം. ആ മുമ്പിൽ ഇരുന്ന് കേൾക്കുന്ന ഒരു മനുഷ്യന് പോലും ചോദിക്കാനില്ല നിലമ്പൂർ ഇലക്ഷനിൽ അമേരിക്കക്ക് എന്താ കാര്യം ഒന്ന് കാട്ടാൻ തന്നെ. ഇസ്രയേലുമായി ഒരു ബന്ധവുമില്ലാത്തവരായിരുന്നു നമ്മൾ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോ കൂടെ യാസർ അറാഫത്ത് കൂടി നിന്നത്
അന്നത്തെ ലോകം ഏറ്റവും അധികം ശ്രദ്ധിച്ച കാര്യമായിരുന്നു. അടുത്ത വിഷയമാണ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം. എന്റെ ദൈവമേ, വലിയൊരു പ്രശ്നമാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും ഒന്ന് പാലസ്തീൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഇസ്രായേലിനെ അങ്ങ് നശിപ്പിച്ചു കഴിഞ്ഞാൽ കേരളക്കാരുടെ പ്രശ്നം മുഴുവൻ തീർന്നു. നിലമ്പൂരത്തെ പ്രശ്നം അപ്പ തീരും. മനസ്സിലായില്ലേ? എനിക്ക് ഒരു ചെറിയൊരു സംശയം, അതിനൊന്ന് മറുപടി തരാമോ? ഈ പാലസ്തീനിലുള്ള ജനങ്ങൾക്കോ ഹമാസിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇസ്രായേലിലുള്ള ഏതെങ്കിലും മനുഷ്യർക്കോ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടെന്നും അവിടെ ഒരു മൂലയ്ക്ക് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടെന്ന് അറിയാമോ? അവിടെയുള്ള ആളുകൾ ആരെങ്കിലും ബോധർ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ കിടന്ന് എന്തൊക്കെയാ അതിന്റെ പേര് കാണിക്കുന്നത്? അവർക്ക് പോലും വേണ്ട നിങ്ങളുടെ പരിതാപം കാര്യങ്ങളൊക്കെ. അവരവരൊക്കെ അവരവരുടെ കാര്യങ്ങൾ അവരവരുടെ രാജ്യത്ത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കുറെ പാവപ്പെട്ട ആളുകൾ ഈ പറയുന്ന അധികാരം കൈയാളുന്ന കുറെ കുബുദ്ധികളുടെ ഇടയിൽപ്പെട്ട് വിഷമിക്കുന്നു എന്നുള്ളതാണ്. അത് എല്ലാ രാജ്യത്തും ഉണ്ട്. എന്താ ഇവിടെ ഉണ്ടല്ലോ? ഇവിടത്തെ അവരൊന്നും കാണാൻ നിങ്ങൾക്ക് കണ്ണില്ല. ഇസ്രായേലും ഗാസയും തമ്മിലുള്ള പ്രശ്നം ഇസ്രായേലുമായിട്ട് യാതൊരു കൂട്ടും പാടില്ലായിരുന്നു. മറ്റൊന്നാണ് മറിച്ചതാണ്. ഇപ്പൊ ഈ ഇടക്ക് നടന്ന പഹൽഗാം അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം പ്രേക്ഷകര്. ഇന്ത്യ ഇപ്പോൾ ആണവ ശക്തിയാണ്. ഇന്ത്യ ഇപ്പോൾ വ്യക്തമായി അല്ലെങ്കിൽ വളരെ ശക്തമായി യുദ്ധം ചെയ്യാൻ കഴിയുന്ന എല്ലാ ആയുധങ്ങളുമുള്ള വലിയൊരു ശക്തിയുള്ള ഒരു രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞു. ഇവർ പറയുന്ന പോലെ പാലസ്തീനെ മാത്രം താങ്ങി ഹമാസിന് ചെയ്യും വിളിച്ച് ഇസ്രായേലിനെ പോടാ പോലെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇത് വല്ലതും നടക്കൂ? ഇദ്ദേഹം ഇപ്പോഴും 50 വർഷം പുറകിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. ഇദ്ദേഹത്തിന് മുന്നോട്ട് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ജനങ്ങൾ മുന്നോട്ട് ചിന്തിക്കരുതെന്ന് ഇദ്ദേഹത്തിന് നല്ല വാശിയുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇവിടെ നിലനിൽപ്പില്ല. ഈ ദാരിദ്ര്യവും പറഞ്ഞ് പിച്ചത്തരവും പറഞ്ഞ് 24 മണിക്കൂറും ഞങ്ങൾക്ക് ഇത് മതി അല്ലെങ്കിൽ ഇത് മതി എന്ന് പറഞ്ഞ് മുതലാളികളെയും അല്ലെങ്കിൽ കാശുണ്ടാക്കുന്നവരെയും അടിയുണ്ടാക്കിക്കൊണ്ട് ജീവിക്കുന്ന ജീവിതം ഒരു ജീവിതമാണോ എന്നുള്ളത് പല ആളുകളും തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് ആളുകൾ അവരവരുടെ കാര്യം നോക്കി പോകാൻ നോക്കിയത്. നിലമ്പൂർ എന്ന് പറയുന്നത് കാസക്കാരുടെ പ്രശ്നം. നിലമ്പൂര് ഷോക്ക് അടിച്ചൊരു പയ്യൻ മരിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണം ഇത്രയധികം നടക്കുന്നു. ഇവരുടെയാണ് വനമന്ത്രി എണീച്ചൊന്നും നടക്കാൻ പറ്റാത്ത ഒരു വനമന്ത്രിയെ കൊണ്ടുപോയി അവിടെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ എം സ്വരാജിനെ കൊണ്ടുവന്നിട്ട് എന്ത് മാറ്റും എന്ന് പോലും ഇദ്ദേഹം പറയുന്നില്ല. ഇദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവനും സാമ്രാജ്യത്വ ശക്തിയും ജമാഅത്ത് ഇസ്ലാമിയും അതേപോലെ തന്നെ ഇസ്രായേലും ഗാസയും ഒക്കെ. എന്തൊരു മനുഷ്യനാണെന്ന് ആലോചിക്കണം. നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഇതുവരെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യും? പറയാനുള്ള ധൈര്യം ഉണ്ടോ? അല്ലെങ്കിൽ പറയാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? ചേരിചേരാ നയം അതിന്റെ സത്ത സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. ചേരി ചേരാ നയം ഭയങ്കര അടിപൊളിയായിരുന്നു. അതിലായിരുന്നു ഇന്ത്യ ആദ്യം ഉണ്ടായിരുന്നത് നെഹ്റുവിന്റെ കാലത്ത്. അത് മാറ്റിയത് മോദിയാണ്. അത് ഭയങ്കര മെനയായിട്ട് ഒരു നടപടിയായി പോയി എന്നാണ് ഇദ്ദേഹം ചുരുക്കത്തിൽ പറയുന്നത്. എന്താണ് ചേരി ചേരാ നയം? എന്തുകൊണ്ടാണ് അന്ന് അത് ചെയ്യേണ്ടി വന്നത്? അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം സാമ്രാജ്യത്വ ശക്തികളെന്ന് ഇവർ പറയുന്ന ശക്തി ഉള്ള രാജ്യങ്ങളെല്ലാം 2 ചേരിയായിട്ട് തിരിഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു ചേരിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള അനുമതി എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ചേരാൻ പറ്റാത്തവർ, ഇന്ത്യയുടെ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു? ഇന്ത്യക്ക് ആണവപരമായിട്ട് ഇന്ത്യയുടെ കയ്യിൽ ഒന്നുമില്ല, യുദ്ധം ചെയ്യാനൊന്നുമില്ല, ഫിനാൻഷ്യലി ഒന്നുമില്ല. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ അന്ന് ശക്തിയില്ലാത്ത ചെറിയൊരു രാജ്യമാണ്. ഏതെങ്കിലും ഒരു വശത്തിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞെന്നാൽ ഇന്ത്യക്ക് നിലനിൽപ്പില്ല, അത്രയും ചെറുതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ശക്തിയില്ലാത്ത കുറെ രാജ്യങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ ഒന്നിലും ഒപ്പുവെക്കുന്നില്ല, ഒന്നിലും ചേരുന്നില്ല എന്ന് പറഞ്ഞതിനെയാണ് ചേരി ചേരാനായി. അന്നത്തെ ഇന്ത്യയും ഇന്നത്തെ ഇന്ത്യയും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്. ഇന്ന് ഇന്ത്യക്ക് അങ്ങനെ പേടിച്ച് ഒപ്പിടാൻ പേടിച്ച് ഇരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. മനസ്സിലായില്ലേ? ഇന്ത്യക്ക് ഇന്ത്യയുടെ നിലപാട് പറയാം. ഇന്ത്യ ഒരു സൈനിക ശക്തിയാണ്. ഇന്ത്യ സാമ്പത്തികമായി ഉയർന്ന നിലയിലാണ്. ഇന്ത്യക്ക് സ്വന്തമായി എല്ലാം ചെയ്യാനുള്ള കഴിവ് ഇപ്പോൾ ഉണ്ട്. നെഹ്റുവിന്റെ കാലത്ത് ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. അതാദ്യം മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം. ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയി, ഒരുപാട് മുന്നോട്ട് പോയി. 50 വർഷം മുമ്പാണ് താങ്കളുടെ ചിന്ത ഇപ്പോഴും. അതൊന്ന് മാറ്റി 2025 കൊണ്ടുവന്നാൽ ഇനിയെങ്കിലും ഞങ്ങൾ ജനങ്ങൾക്കോ അല്ലെങ്കിൽ താങ്കൾക്കോ ഇനി ഒരു ഇച്ചിരി പ്രയോജനം ഉണ്ടാവും. ബിജെപിക്ക് നേതൃത്വം കൊടുക്കുന്ന RSS ഇസ്രായേലിലെ സയനിസ്റ്റിന്റെ ഇരട്ട സഹോദരനാണ്. RSS ഇസ്രായേലിന്റെ സഹോദരനാണെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. എന്റെ ദൈവമേ, അതുകൊണ്ട് ഇവർ തമ്മിൽ ഭയങ്കര ഭായി ബന്ധമാണ് പോലും. ഇപ്പൊ പാകിസ്ഥാനിൽ നിന്ന് നമുക്കൊരു ത്രെട്ട് വന്നു, ഒരു ഭീകര ആക്രമണം വന്നു, പാകിസ്ഥാനുമായിട്ട് ഏകദേശം യുദ്ധം പ്രഖ്യാപിച്ച ഒരു സമയം അങ്ങനെ തന്നെ നമ്മൾ വന്നു. തുർക്കി പാകിസ്ഥാനി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വന്നു, ചൈന പാകിസ്ഥാനി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വന്നു, ഇന്ത്യയുടെ ഒപ്പമാരൊക്കെ വന്നു, റഷ്യ വന്നു, ഇസ്രായേൽ വന്നു, മൊത്തം രാജ്യങ്ങളും വന്നു. എന്തുകൊണ്ട് വന്നു? അതിനുള്ള കാരണമാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അപ്പൊ അങ്ങനെ പാടില്ല. ഈ പറയുന്ന പാകിസ്ഥാനിലായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ഇവരൊക്കെ വന്ന് നമ്മളെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരുന്നോളണം. അതാണ് വേണ്ടത്. അപ്പൊ കമ്മ്യൂണിസം പുലരും. അപ്പൊ എല്ലാവരുടെയും എല്ലാ തരിപ്പും മാറിക്കിട്ടും. സമവാദം. ഇപ്പോ വലിയ തോതിൽ ആയുധം ഇസ്രായേലിൽ നാം വാങ്ങിക്കൂട്ടുന്നു. അമേരിക്കയുമായി തന്ത്രപരമായ സഖ്യശക്തി എന്ന നില വന്നിരിക്കുന്നു. ഇസ്രായേലിൽ നിന്നും ഭയങ്കരമായിട്ട് ആയുധങ്ങൾ ഇന്ത്യ വാങ്ങിക്കൂട്ടുന്നു. അമേരിക്കയുമായിട്ട് ഭയങ്കരമായിട്ട് സഖ്യശക്തി ആവുന്നു. ഇതൊക്കെ വലിയ പ്രശ്നമാണെന്ന് അദ്ദേഹം പറയുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ആയുധബലം ഇന്ത്യ ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെ സൈനിക ശക്തി ഇന്ത്യ ഉണ്ടാക്കാൻ പാടില്ല. ഇന്ത്യ സാമ്പത്തികമായി ശക്തി പ്രാപിക്കാൻ പാടില്ല. ഇന്ത്യ ഒരു പ്രബല രാഷ്ട്രമാകാൻ പാടില്ല. അമേരിക്കക്ക് നേരെയോ റഷ്യക്ക് നേരെയോ ഇസ്രായേലിന് നേരെയോ ഒക്കെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന രീതിയിൽ ഇന്ത്യ വളരാൻ പാടില്ല. പണ്ടത്തെ ചേരിയും പറഞ്ഞ് പാലസ്തീനെയും താങ്ങി കഫിയെ ഇട്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ നടക്കണം. ഇവിടത്തെ എല്ലാ ആൾക്കാരും. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഉയരാൻ പാടില്ല. നമ്മളെ എതിർക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷയെ വെല്ലുവിളിക്കാൻ ഏതെങ്കിലും ഒരു ഭീകരം വന്നാൽ നമ്മൾ ആയുധം എടുത്ത് അവരോട് പോരാടാൻ പാടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്ര അഹിംസയിലേക്ക് താങ്കൾ എങ്ങനെയാണ് വന്നത്?
ഞാൻ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതായിട്ട് ഓർക്കുന്നു. താങ്കളുടെ പേരിൽ ഒരു പ്രതിപട്ടികയിൽ താങ്കൾ 1-ാം പ്രതി ആയിരുന്നല്ലോ, വാടിക്കൽ രാമകൃഷ്ണൻ കേസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ മമ്മട്ടിക്ക് താങ്കൾ അദ്ദേഹത്തെ അടിച്ചു കൊന്നു എന്നുള്ള രീതിയിലായിരുന്നു അലിഗേഷൻ എഴുതി വെച്ചിരുന്നത്. ആ പ്രതിപട്ടികയിൽ 1-ാമത്തെ പേരാണ് പിണറായി വിജയൻ. അത് ആയുധമല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇനി അത് സത്യമാണോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. താങ്കൾ ഇപ്പൊ എന്തായാലും പുറത്ത് നടക്കുന്നുണ്ടല്ലോ. എന്നാലും ആ പറയുന്ന പ്രതിപട്ടികയും പുറത്തു വന്ന പേപ്പറും സത്യം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത്. അപ്പൊ എന്നോലാണ് അഹിംസയിലേക്ക് മാറിയത്? ആ കൺഫ്യൂഷൻ ഒന്ന് തീർത്തരാമോ? ഇസ്രയേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരത്തെയുള്ള നിലപാടല്ല ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചു പോകുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയങ്ങൾ വന്നപ്പോ ഒരു ശങ്കയുമില്ലാതെ ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങളോടൊപ്പം നിന്ന് ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ അപലപിക്കാൻ ബാധ്യതപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ നാം അപലപിച്ചില്ല. നാം ഇസ്രയേലിനെ എതിർക്കാൻ തയ്യാറായില്ല. ആ പ്രമേയത്തിനോടൊപ്പം നിൽക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചില്ല. ഒരു തവണയല്ല, ഒന്നിലധികം തവണ ഇതേ നിലപാട് നാം കണ്ടു. ഏകദേശം 10 മിനിറ്റോളം ഇപ്പൊ ഈ പ്രസംഗം വന്നിട്ടുണ്ട്. ഈ 10 മിനിറ്റും ഇദ്ദേഹം പറയുന്നത് ഈ അന്താരാഷ്ട്ര കാര്യങ്ങളാണ്. അതിൽ എടുത്തെടുത്ത് പറയുന്നത് ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, പാലസ്തീനുള്ളവർക്കെതിരെ നിൽക്കുന്നു എന്നതാണ് ഈ എടുത്തെടുത്ത് പറയുന്നത്. ഞാൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, നിലമ്പൂർ ഇലക്ഷൻ, അതായത് നിലമ്പൂരിലെ ആളുകളും ഇതും തമ്മിൽ എന്താണ് ബന്ധം? ഇങ്ങനെ എന്തിനാണ് ഈ അന്താരാഷ്ട്ര പൊളിറ്റിക്സ് ഇവിടെ പറയുന്നത്? അമേരിക്കയും ഇസ്രായേലും ഒക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്? അതിനുള്ള വ്യക്തമായൊരു ഉത്തരം, എനിക്ക് മനസ്സിലായൊരു ഉത്തരം ഞാൻ പറയാം. ഇദ്ദേഹം സത്യത്തിൽ വർഗീയപരമായി തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ സമീപിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ പാലസ്തീൻ സപ്പോർട്ട് പറയുന്നത് ആരാണ്? അത് മതം മാത്രം വലുതെന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ ആളുകൾ തന്നെയാണ്. അങ്ങനെയുള്ളവർക്കാണ് ഈ ഗാസയിലെ പാലസ്തീനിലെ ഒക്കെ വലിയ വലിയ രീതിയിലുള്ള വീഡിയോസ്, അവിടെ ആളുകൾ വിഷമിക്കുകയാണ്, ഇങ്ങനെ കുറെ വാട്സപ്പിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് വീഡിയോസ് കൊടുത്ത് ഇതാണ് സത്യമെന്ന് അവരെ വിശേഷിപ്പിക്കുന്നതാണ്. ഈ ഇന്റർനാഷണൽ മീഡിയകളിലൂടെയൊക്കെ ഈ വീഡിയോസ് ഇവർ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ്, അഭിനയിക്കുകയാണെന്നുള്ളതൊക്കെ പുറത്തു വന്നാലും ഇതൊന്നും ഈ ആളുകൾ അറിയുന്നില്ല. അങ്ങനെ പാലസ്തീൻ സപ്പോർട്ടേഴ്സ് ആയിട്ട് മാറിയ മതപരമായി ഒരു ജനതയെ, തങ്ങളുടെ മതത്തിലുള്ള ആളുകളെ ഇസ്രായേൽ ദ്രോഹിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്രായേലിനോട് ദേഷ്യമുള്ള, ആ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ആളുകളോട് ദേഷ്യമുള്ള ഒരുപാട് ആളുകൾ നിലമ്പൂരുണ്ട്, മതം തന്നെ അടിസ്ഥാനമാക്കിയിട്ട്. ആ ആളുകളെ ഈ പറയുന്ന അവർക്ക് വോട്ട് ചെയ്യാതെ ഞങ്ങൾ പാലസ്തീനൊപ്പമാണ്, ഞങ്ങൾ നിങ്ങളുടെ മതത്തിനൊപ്പമാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പ്രത്യക്ഷമായി പറയുന്നതിന് പകരം ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമായും അതിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെയും UDF-ന്റെയും നിലപാടുമായും ഇദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നതാണ്. തീർച്ചയായും ഇദ്ദേഹം പരസ്പര ബന്ധമില്ലാതെ വന്ന് പറയുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. നന്നായി രാഷ്ട്രീയം അറിയാവുന്ന, വർഗീയതയായാലും ഇനി പൊട്ടത്തരമായാലും എവിടെ എങ്ങനെ കൃത്യമായി വിളമ്പി കയ്യടി മേടിക്കണമെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന നല്ല ഒന്നാന്തരം രാഷ്ട്രീയക്കാരനാണ്. ഈ പറയുന്നത് വളരെ വ്യക്തമായ വർഗീയ പരാമർശം തന്നെയാണ്. നോക്കൂ, നിങ്ങളുടെ മതത്തിലെ ആളുകളെ എതിർക്കുന്ന കേന്ദ്ര സർക്കാരിനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലീഗിന് പോലും അനുകൂലമല്ലാത്ത ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ വിളിച്ചിരിക്കുന്ന, വെൽഫെയർ പാർട്ടി എന്ന പേരിൽ കൂടെ വിളിച്ചിരിക്കുന്ന UDF-നെയോ ആണോ നിങ്ങൾക്ക് വേണ്ടത്? പകരം പാലസ്തീനിലെ നിങ്ങളുടെ മതക്കാർക്ക് വേണ്ടി കഫിയ വരെ ധരിച്ച് പ്രകടനം നടത്തിയ അല്ലെങ്കിൽ സമ്മേളനം നടത്തിയ ഞങ്ങളെയാണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ മതം നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ ആര് വേണം? ഇതാണ് ഇദ്ദേഹം പ്രത്യക്ഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 10 മിനിറ്റിനപ്പുറം ഇദ്ദേഹം എണ്ണി പറയുന്ന, ആകെ 3 പറയുന്നുള്ളൂ, വികസനമാണ്. ആ വികസനത്തെ കുറിച്ച് ഞാൻ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് നീണ്ടുപോകും ഈ വീഡിയോ. ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഇങ്ങനെയാണല്ലോ, ഏകദേശം 1 മണിക്കൂറോളം ഇദ്ദേഹം പെറുക്കി നോക്കി വായിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് അടുത്ത വീഡിയോയിൽ വിശകലനം ചെയ്യാം. എന്തായാലും എന്തെല്ലാം ഇദ്ദേഹം പുരോഗതി ചെയ്തിട്ടുണ്ട്, വികസനം ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കും ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്. അപ്പോ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സംഭാവനകളുടെ, ഡൊണേഷൻസിന്റെ കാര്യം മറക്കാതിരിക്കുക. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റിന്റെ കാര്യം മറക്കാതിരിക്കുക. 1000 രൂപ മുതൽ പരസ്യം ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടും അതിന്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടും ഈ മെസ്സേജ് ചെയ്താൽ മതി ഈ നമ്പറിലേക്ക്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് പൊതുമധ്യത്തിൽ അറിയിക്കണമെന്നുള്ള വാർത്തകളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അത് ജെന്യുവൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മളത് ഷൂട്ട് ചെയ്ത് സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം കൂടി സ്പെഷ്യലി പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പ്രതികരിക്കുമ്പോൾ ദയവ് ചെയ്ത് സഭ്യമായി പ്രതികരിക്കാൻ വേണ്ടി ശീലിക്കുക. നമ്മളിപ്പോൾ എതിർത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികളെയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ജനങ്ങൾക്ക് നന്മ ചെയ്യാത്ത ആളുകളെ ആണെങ്കിൽ പോലും അവരെല്ലാം വ്യക്തികളാണ്, അവരെല്ലാം ബഹുമാന്യരായിട്ടുള്ള വ്യക്തികളാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ അവർ അർഹിക്കുന്ന ഒരു ബഹുമാനം അവർക്ക് നൽകേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നോക്കൂ, പ്രതികരിക്കുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് 4 പേര് അറിയുന്നത്. അവിടെയാണ് നമ്മുടെ കൺട്രോളിന്റെ ലൈൻ എന്താണെന്നുള്ളത് ആളുകൾക്ക് മുന്നിൽ വിസിബിൾ ആവുന്നത്. സോ ദയവ് ചെയ്ത് സഭ്യമായി മാത്രം പ്രതികരിക്കുക. അശ്ലീലമായോ അല്ലെങ്കിൽ തെറി പറഞ്ഞോ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ഡിലീറ്റ് ചെയ്യും. കൂടുതൽ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആളെ തന്നെ എനിക്ക് ഒഴിവാക്കേണ്ടി വരും. അപ്പോ വളരെ വ്യക്തമായി ജനാധിപത്യപരമായി മാത്രം പ്രതികരിക്കുക. എന്നെപ്പോലെ തന്നെ ഞാനത് ഭയങ്കര ബോധപൂർവ്വം ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതുപോലെ പ്രതികരിക്കാനാണ് എല്ലാവരോടും ഞാൻ പറയുന്നത്. അതുപോലെ മാത്രം പ്രതികരിക്കുക. അസഭ്യം പറയണ്ട, വൃത്തികേടുകൾ പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ അവരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോ എല്ലാം പറഞ്ഞതുപോലെ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.